അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഓൺ കില്ലിങ് എ ട്രീ എന്ന് പറയുന്നൊരു പോയം നമ്മൾ പഠിച്ചിരുന്നില്ലേ. അപ്പോൾ അതിൻ്റെ ടെക്സ്റ്റൽ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. വളരെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, വാട്ട് ക്യാൻ യു ഇൻഫോ ഫ്രം ദ വേർഡ്സ് ബ്ലീഡിങ് ബാൾക്ക്? ബ്ലീഡിങ് ബാൾക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രയോഗം നമ്മൾ പോയത്തിൽ കണ്ടു. ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എന്താ? രക്തം കിനിയുന്ന തടി, മരത്തിൻ്റെ തടി. അപ്പം മരത്തിൻ്റെ തടിയിൽ നിന്ന് ഒരിക്കലും രക്തം കിനിയാറില്ല അല്ലേ? പക്ഷെ അങ്ങനെ ഉദ്ദേശിക്കുന്നത് കൊണ്ട്, അങ്ങനെ ഒരു പ്രയോഗം പറയുന്നത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പം ആൻസർ നമുക്ക് എഴുതാം. ദ ബ്ലീഡിങ് ബാർക്ക് ഈസ് എ പ്ലേസ് ഫ്രം വേർ ദ ട്രീ ഈസ് കട്ട് ഓഫ്. അപ്പം മരം മുറിച്ചിട്ടുള്ള ആ ഭാഗത്തിനെയാണ് നമുക്ക് ആ ഒരു ബ്ലീഡിങ് ബാർക്ക് എന്ന് പറയാൻ പറ്റുന്നത്. ദ സാപ്പ് ഓഫ് ദ ട്രീ വിൽ ബി യൂസിങ് ഔട്ട് ഫ്രം ദ വൂണ്ടഡ് ബാർക്ക് ലൈക്ക് ബ്ലഡ് കംസ് ഫ്രം എ വൂണ്ട് ഇൻ അവർ ബോഡി. നമ്മുടെ ശരീരത്തിൽ നിന്നും രക്തം വരുന്നത് പോലെ തന്നെയാണ് മരം മുറിച്ചു കഴിഞ്ഞാൽ ആ മുറിവിൽ നിന്നുണ്ടാവുന്ന രക്തവും എന്ന് പറയുകയാണ്. അപ്പം മരത്തിനും ജീവനുണ്ട്, അതിനെ നമ്മൾ ഉപദ്രവിക്കരുത് എന്നുള്ളൊരു ധ്വനിയാണ് ഇവിടെ നിന്ന് വരുന്നത്. ഇനി രണ്ടാമത്തെ ചോദ്യം, വാട്ട് വിൽ ഹാപ്പൻ ഇഫ് ദ ബോസ് ആർ അൺചെക്ഡ്? നമ്മളോട് കവി പറയുന്നുണ്ട് നന്നായിട്ട് ശിഖരങ്ങളെയും മറ്റും ചെക്ക് ചെയ്യണം. നമ്മൾ വെറുതെ വെട്ടിയിട്ട് ആ വഴിക്ക് ഇങ്ങോട്ട് പോന്നാൽ പോരാ, മറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും അതിനെ പരിശോധിക്കണം. ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കുമെന്നാണ് കവി പറയുന്നത്? എന്താ സംഭവിക്കുക? ഇഫ് ദ ബോസ് ആർ അൺചെക്ക് ദേ വിൽ ഗ്രോ ടു ദേ ഫോമർ സൈസ് അഗെയിൻ. മരങ്ങൾ മനുഷ്യരെ പോലെയല്ല, വെട്ടിക്കഴിഞ്ഞാൽ പഴയതുപോലെ തന്നെ, നമ്മൾ നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും പഴയ ശരീരത്തോടു കൂടി തന്നെ വളർന്ന് വലുതാകും. ദെൻ വാട്ട് വാസ് ഡൺ ടു ദ റൂട്ട്സ് അറ്റ് ലാസ്റ്റ് നമ്മൾ റൂട്ടിനെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്. ദ റൂട്ട്സ് വെർ റോപ്പ് ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട് എൻറ്റയർലി ഫ്രം ദ ആങ്കറിങ് എർത്ത്. അതായത് മണ്ണിൻ്റെ അടിയിൽ നിന്നും, ഭൂമിയുടെ അടിയിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? ആങ്കറിങ് എർത്ത്, ആ ഭൂമിയുടെ അടിയിൽ നങ്കൂരമിട്ടിരിക്കുന്ന അവസാന വേരിനെയും പറിച്ച് എടുക്കണം. എന്നിട്ട് അതിനെ എന്താ ചെയ്യേണ്ടത്? പുൾഡ് അല്ലേ, നന്നായിട്ട് കയറ് വെച്ചിട്ട് കെട്ടി വലിച്ച് ഒരിക്കലും അതിനെ ജീവിക്കാൻ സമ്മതിക്കരുത് എന്നാണ് പറയുന്നത്. ആൻഡ് ഹൗ ഡസ് എ പോയറ്റ് ഡിസ്ക്രൈബ് ദ ലൈഫ് സോഴ്സ് ഓഫ് ദ ട്രീ? എങ്ങനെയാണ് ജീവശ്വാസം അല്ലെങ്കിൽ ജീവൻ്റെ ഉറവിടം, മരത്തിൻ്റെ ജീവൻ്റെ ഉറവിടമായിട്ട് കവി കാണുന്നത് എന്തിനെയാണ്? അതിനെ എങ്ങനെയാണ് ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്? അപ്പം നമുക്കറിയാം, അതിൻ്റെ അടിഭാഗത്തിനെയാണ് പറയുന്നത് അല്ലേ. ദ ലൈഫ് സോഴ്സ് വിച്ച് ഈസ് ദ മോസ്റ്റ് സെൻസിറ്റീവ് പാർട്ട് ഓഫ് ദ ട്രീ. മരത്തിൻ്റെ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള, തൊട്ടാൽ നമുക്കിങ്ങനെ ഒരു സ്പോഞ്ച് പോലെ നനവൊക്കെ തോന്നുന്ന ആ ഒരു ഭാഗമാണ് യഥാർത്ഥത്തിൽ ഓരോ മരത്തിൻ്റെയും സോഴ്സ്. ആൻഡ് ഇറ്റ് ഈസ് വൈറ്റ് ആൻഡ് വെറ്റ്. അത് വെള്ള നിറത്തിലുള്ളതായിരിക്കും, നനവുള്ളതായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഹിഡൻ ഇൻസൈഡ് ദ എർത്ത് ഫോർ ഇയേഴ്സ്. വർഷങ്ങളോളം മണ്ണിനടിയിൽ ആരും കാണാതെ, സൂര്യപ്രകാശം ഏൽക്കാതെ അതങ്ങനെ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഭാഗമാണ് എന്നാണ് കവി പറയുന്നത് അല്ലേ. ഇനി അടുത്ത ചോദ്യം ആക്ടിവിറ്റി 1 ആണ് കേട്ടോ. വാട്ട് ഡു യു അണ്ടർസ്റ്റാൻഡ് ഫ്രം ദി ടൈറ്റിൽ ഓൺ കില്ലിങ് എ ട്രീ? ഈസി ടു കിൽ എ ട്രീ, ജസ്റ്റിഫൈ ദ ടൈറ്റിൽ ഇൻ യുവർ വേർഡ്സ്. അതായത് ഓൺ കില്ലിങ് എ ട്രീ, ഒരു മരത്തിനെ കൊല്ലുന്നത് എന്നാണ് നമ്മൾ കവിത പഠിച്ചത്. ആ ഒരു ടൈറ്റിലിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? മരത്തിനെ ശരിക്കും കൊല്ലാനാണോ കവി പറയുന്നത്? നിങ്ങളുടെ ഒരു ഐഡിയയിൽ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എഴുതാം, ദ ടൈറ്റിൽ ഈസ് എൻ എക്സലൻറ്റ് വൺ ബിക്കോസ് ഇറ്റ് സ്പീക്സ് ഓഫ് ദ കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ട്രീ. യഥാർത്ഥത്തിൽ മരത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഡിസ്ട്രക്ഷൻ, മരത്തിനെ കൊന്ന് നശിപ്പിക്കുക എന്നുള്ളതാണ് കവിതയുടെ ആ ഒരു തലക്കെട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് ഈസ് നോട്ട് മിയർലി കട്ടിങ് ഇറ്റ് ഡൗൺ. യഥാർത്ഥത്തിൽ മരത്തിനെ വെറുതെ മുറിച്ച് കളയണമെന്നല്ല പറയുന്നത്, ബട്ട് എൻഷുറിങ് ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് റീഗ്രോ. ഒരിക്കലും അതിനെ വീണ്ടും വളരാൻ അനുവദിക്കാത്ത വിധം നശിപ്പിക്കണമെന്നാണ് തലക്കെട്ട് പറയുന്നത്. യഥാർത്ഥത്തിൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മരങ്ങളെ മുറിക്കരുത്, മരങ്ങളെ നശിപ്പിക്കരുത് എന്നാണ് പറയുന്നത് അല്ലേ. Then the poet presents the tree as a human being that has all the emotions such as pleasure and pain. യഥാർത്ഥത്തിൽ മരത്തിനെ ഒരു മനുഷ്യനെ പോലെ തന്നെയാണ് കവി വരച്ച് കാണിക്കുന്നത് അല്ലേ. മരത്തിൽ നിന്നും ബ്ലീഡിങ് ഉണ്ടാവുന്നത്, മനുഷ്യൻ്റെ ശരീരത്തിൽ നിന്ന് മാത്രമാണ് ബ്ലീഡിങ് ഉണ്ടാവാറ്, പക്ഷേ അതുപോലെ മൃഗങ്ങളുടെ, ജീവനുള്ള വസ്തുക്കൾ. അപ്പം മനുഷ്യനോട് അല്ലെങ്കിൽ ഒരു അനിമലിനോടൊക്കെയാണ് എന്തിന് വെച്ചിരിക്കുന്നത്? ഈ മരത്തിനെ കമ്പയർ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് വെച്ചാൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായതെന്നാണ്. അപ്പോൾ നമുക്ക് പറയാം, ആൻഡ് ഔട്ട് ഓഫ് ഇറ്റ്സ് ലെപ്രസൈഡ് ഇറ്റ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ഈ ലെപ്രസൈഡ് എന്ന് പറയുന്നത് പേഴ്സോണിഫിക്കേഷൻ എക്സാമ്പിളാണ്. ഇനി വേറൊരു എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ എടുത്തെഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം ബ്ലീഡിങ് ബാർക്ക്, നമുക്ക് എഴുതാം. പിന്നെന്താ എഴുതാം? ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ് അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ് എയർ വാട്ടർ അല്ലേ. അതിൻ്റെ ഫീഡിങ് അപ്പോൺ ഇറ്റ്സ് ക്രസ്റ്റ്, അതിൻ്റെ എന്താ പറയുക, ഉപരിതലത്തിൽ നിന്നും, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും അതിങ്ങനെ എന്ത് ചെയ്യുന്നു? ഫീഡിങ് എന്ന് വെച്ചാൽ ഫീഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നത് സാധാരണയായിട്ട് ആരേ ഉള്ളൂ? ജീവനുള്ള മനുഷ്യനെ പോലുള്ള ജീവികളേ ഉള്ളൂ അല്ലേ. അപ്പോൾ പക്ഷേ മരങ്ങളും എന്ത് ചെയ്യുന്നു? അബ്സോർബിങ് ആണ്. സൺലൈറ്റും എയറും വാട്ടറും ഒക്കെ എന്ത് ചെയ്യണം? ഭക്ഷണം പോലെ അവർ അബ്സോർബ് ചെയ്യുന്നു എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഫോർ പേഴ്സോണിഫിക്കേഷൻ. ഇനി
The bleeding bark with the will heal. The words bleeding and bark begin with the same sound. അപ്പം ബി എന്ന് പറയുന്ന രണ്ട് ഒരേ വാക്ക് വെച്ചിട്ട് ഒരേ ലെറ്റർ അല്ലെങ്കിൽ ഒരേ സൗണ്ട് വെച്ചിട്ടാണ് ഇവിടെ രണ്ട് വാക്കും തുടങ്ങുന്നത് അല്ലേ. അപ്പം ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് അലിട്രേഷൻ. ഇത് നമ്മൾ കഴിഞ്ഞ ഒരു പോയത്തിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതൊരു അലിട്രേഷൻ എക്സാമ്പിളാണ്. ഫൈൻഡ് ഔട്ട് സിമിലർ ലൈൻസ് ഫ്രോം ദ പോയം. ഇതുപോലെ അലിട്രേഷൻ എക്സാമ്പിൾ കണ്ടുപിടിക്കാനാണ് പറയുന്നത്. അപ്പോൾ എന്താണ് അലിട്രേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഞ്ജന ശബ്ദങ്ങൾ ഒരേ വരിയിലോ അല്ലെങ്കിൽ രണ്ട് അടുത്ത വരികളിലോ ഒരേപോലെ വരുന്നതാണ്. ഒരേ ശബ്ദങ്ങൾ ഇങ്ങനെ ആവർത്തിച്ച് വരുന്നതിനെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും 10 പച്ച തത്ത ചത്തു കുത്തിയിരുന്നു. ഇവിടെ താത്ത എന്ന് പറയുന്ന അക്ഷരം അല്ലെങ്കിൽ പച്ചപ്പനന്തത്തെ പുന്നാര പൂമുത്തെ ഏത് അക്ഷരമാണ്? പാ എന്ന് പറയുന്നൊരു ശബ്ദമാണ് അല്ലേ, പാ. അപ്പം അവിടെ പാ എന്ന് പറയുന്നത് ആദ്യം വേണം കേട്ടോ, വരികളുടെ ആദ്യ ഭാഗത്ത് വേണം. അപ്പം അവിടെ ഒരു ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, ഒരേപോലത്തെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സൗണ്ടുകളെയാണ് നമ്മൾ അലിട്രേഷൻ എന്ന് പറയുന്നത്. ഇതൊക്കെ ഒരു പോയത്തിൻ്റെ ഒരു ഭംഗി കൂട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പം ഇവിടെ നമുക്ക് പറയാം വൈറ്റ് ആൻഡ് വെറ്റ്. ഡബ്ല്യു എന്ന് പറയുന്നത് വു എന്ന് പറയുന്ന ഒരു ശബ്ദം എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ റിപ്പീറ്റ് ചെയ്യുന്നു വരുന്നുണ്ട്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ അലിട്രേഷൻ. പിന്നെ അടുത്ത ചോദ്യം, ആൻഡ് ഫ്രം ക്ലോസ് ടു ദ ഗ്രൗണ്ട് വിൽ റൈസ് കേൾ ഗ്രീൻ ട്വിഗ്സ്. സീ ഹൗ ബ്യൂട്ടിഫുള്ളി ദ പോയറ്റ് വിഷ്വലൈസ് ദി ഇമേജ് ഓഫ് കേൾഡ് ഗ്രീൻ ട്വിഗ്സ്. ലിസ്റ്റ് ഔട്ട് അതർ വിഷ്വൽ ഇമേജസ് ഫ്രം ദ പോയം. അപ്പോൾ വിഷ്വൽ ഇമേജസ് എടുക്കാനാണ്. വിഷ്വൽ ഇമേജസിനെ പറ്റി നമ്മൾ സോങ് ഓഫ് എ ഡ്രീം അല്ലേ, ആ പോയത്തിലാണ് നമ്മൾ പഠിച്ചത്. എന്ന് വെച്ചാൽ നമ്മൾ വരികൾ കൊണ്ടിങ്ങനെ വാക്മയ ചിത്രങ്ങൾ എന്ന് മലയാളത്തിൽ പറയും. വരികൾ കൊണ്ടൊരു ചിത്രം വരയ്ക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് വേറൊരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. നമുക്ക് എഴുതാം, ഇറ്റ് ഹാസ് ഗ്രോൺ സ്ലോലി കൺസ്യൂമിങ് ദ എർത്ത്. റൈസിങ് ഔട്ട് ഓഫ് ഇറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഭൂമിയിൽ നിന്ന് ഇങ്ങനെ ഒരു മരം ഉണ്ടായി വരുന്നതൊക്കെ നമുക്കിങ്ങനെ മനസ്സിലിങ്ങനെ ചിത്രമായിട്ട് വരും. ഫീഡിങ് അപ്പോൺ ദിസ് ക്രസ്റ്റ്, അബ്സോർബിങ് ഇയേഴ്സ് ഓഫ് സൺലൈറ്റ്, എയർ, വാട്ടർ. അപ്പോൾ സൂര്യപ്രകാശം വരുന്നത്, എയർ സ്വീകരിക്കുന്നത്, വെള്ളം വലിച്ചെടുക്കുന്നതൊക്കെ നമുക്ക് ചിത്രങ്ങളായിട്ട് കാണാം അല്ലേ. ദ റൂട്ട് ഈസ് ടു ബി റോബ്ഡ്, ടൈഡ് ആൻഡ് പുൾഡ് ഔട്ട് എന്നൊക്കെ പറയുമ്പോൾ കയറിട്ട് നമ്മൾ അതിനെ വലിച്ചു കെട്ടുന്നൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ വരും. അങ്ങനെ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വിഷ്വൽ ഇമേജസ് ആയിട്ട് എഴുതാം കേട്ടോ. ഇനി അടുത്ത ചോദ്യം, ഡു ദി എക്സ്പ്രഷൻസ് ബ്ലീഡിംഗ് ബാർക്ക് ആൻഡ് ദ റൈസ് കേൾഡ് ഗ്രീൻ ടിഗ്സ് ഹാവ് ദ സെയിം മീനിങ് ഇൻ ദ പോയം. ഇവിടെ ബ്ലീഡിംഗ് ബാർക്ക് എന്ന് പറയുന്നതും റൈസ് കേൾഡ് ഗ്രീൻ ടിഗ്സ് എന്ന് പറയുന്നതിനും സെയിം മീനിങ് ആണോ കവിതയിലുള്ളത്? നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എഴുതാനാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് എഴുതാം, ദ എക്സ്പ്രഷൻസ് ബ്ലീഡിംഗ് ബാർക്ക് എന്ന് വെച്ചാൽ രക്തം കിനിയുന്ന അതിൻ്റെ ഒരു തടി എന്ന് പറയുന്നത്, ആൻഡ് റൈസ് കേൾഡ് ഗ്രീൻ ടിഗ്സ്, പിന്നെ എന്ത് ചെയ്യാണ്, ചുറ്റിക്കെട്ടി ചുള്ളി പോലെ ചെറിയ ചെറിയ എന്ത് ചെയ്യും, ടിഗ്സ്, ചെറിയ വടികൾ ഇങ്ങനെ ഉയർന്നു വരും. ഡോണ്ട് ഹാവ് ദ സെയിം മീനിങ്. രണ്ടിനും ഒരേ അർത്ഥം അല്ല ഉള്ളത്, അല്ലല്ലോ. ദ എക്സ്പ്രഷൻ ബ്ലീഡിംഗ് ബാർക്ക് ഷോസ് ഡിസ്ട്രക്ഷൻ, ബട്ട് റൈസ് കേൾഡ് ഗ്രീൻ ടിഗ്സ് എക്സ്പ്രസ് ഗ്രോത്ത്. അപ്പം റൈസ് ഒന്ന് പുതിയ തളിരിലകൾ ഉണ്ടായി വരിക എന്നുള്ളതാണ്, അത് ശരിക്കും അതിൻ്റെ വളർച്ചയെ കാണിക്കുന്നു. പക്ഷേ മറ്റേ ബ്ലീഡിംഗ് ബാർക്കോ അത് കംപ്ലീറ്റ് അല്ലേ കില്ലിങ് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് ദി ട്രീ ആണ് കാണിക്കുന്നത്. ആൻഡ് ദ ഫസ്റ്റ് വൺ ഷോസ് പെയിൻ ആൻഡ് ദ സെക്കൻഡ് വൺ ഷോസ് പ്ലഷർ. ഒന്ന് വേദനയും മറ്റൊന്ന് സന്തോഷവും കാണിക്കുന്നു. സോ ദേ ആർ കോൺട്രാസ്റ്റിംഗ് എക്സ്പ്രഷൻസ്. അതുകൊണ്ട് രണ്ടും നമുക്ക് എന്ത് പറയാം, എതിരായിട്ട് വരുന്ന, ഒന്നിനോട് ഒന്ന് എതിരായിട്ട് വരുന്ന രണ്ട് എക്സ്പ്രഷൻസ് ആണെന്ന് പറയാം. ഓക്കെ, ഇനി ആക്ടിവിറ്റി 2 ആണ് കേട്ടോ. ദ ട്രീ വിത്ത്സ്റ്റാൻഡ്സ് ഈവൻ ദ ഹാർഡസ്റ്റ് ബ്ലോ ആൻഡ് ക്രാഷ്. ഫിൽ ദ കോളംസ് ഗിവൺ ബിലോ. കോളം എന്ത് ചെയ്യാനാണ്, ഫിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേതിൽ വരുന്നത് വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് വിച്ച് ആർ അസോസിയേറ്റഡ് വിത്ത് ദ ഗ്രോത്ത് ആൻഡ് ദ സർവൈവൽ. എന്ന് വെച്ചാൽ ഗ്രോത്ത് അതുപോലെ തന്നെ സർവൈവൽ, പുതിയതായിട്ട് കിളിർത്ത് വരിക അല്ലെങ്കിൽ ഒരു വളർച്ച ഉണ്ടാവുക എന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എടുത്തെഴുതാനാണ് പറയുന്നത്. മറ്റ് കോളത്തിൽ എന്താ എഴുതേണ്ടത്, അസോസിയേറ്റഡ് വിത്ത് കില്ലിംഗ് ഓഫ് ട്രീ. വേർഡ്സ് അല്ലെങ്കിൽ ആക്ഷൻസ് റിലേറ്റഡ് വിത്ത് കില്ലിംഗ് ഓഫ് എ ട്രീ, ഒരു ട്രീയുടെ കില്ലിങ്ങിനെ പറ്റിയിട്ട് വരുന്നതാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഇപ്പുറത്തെ കൺസ്യൂം, റൈസ്, പിന്നെ അതുപോലെ ഫീഡ്, അബ്സോർബ്, സ്പ്രൗട്ടിങ്, എക്സ്പാൻഡ് ഒക്കെ എഴുതാം. മറ്റിടത്ത് കിൽ, ജാബ്, പിന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നത് ഹാക്ക്, ചോപ്പ്, പുൾഡ് ഔട്ട്, റോപ്ഡ്, ടൈഡ്, സ്നാപ്ഡ് ഔട്ട്, എക്സ്പോസ്ഡ്, സ്കോർച്ചിങ്, ചോക്കിംഗ്, ബ്രൗണിങ്, ഹാർഡനിങ്, ട്വിസ്റ്റിംഗ്, വിതറിങ്, ഇതൊക്കെ എഴുതാം. അപ്പം ഇത്രയെണ്ണമാണ് നമുക്ക് ഹോംവർക്ക് തന്നിട്ടുള്ളത്. ഇത്രയെണ്ണമാണ് നിങ്ങളുടെ വർക്കുകളുള്ളത് ഇതിനകത്തുള്ളത്. അപ്പോൾ ഐ തിങ്ക് ഓൾ ഓഫ് യു അണ്ടർസ്റ്റുഡ്. ഇനി നമുക്ക് എന്ത് ചെയ്യാമെന്നറിയോ, എല്ലാ ചാപ്റ്ററിൻ്റെയും എക്സാമിന് ചോദിക്കില്ലേ, ആ ഒരു പോയിൻറ്റ്സ് മാത്രം വെച്ചിട്ട് ഞാനൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാം കേട്ടോ, ഒരു എക്സാമിനോട് അടുപ്പിച്ച്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് എക്സാം ബേസ്ഡ് പറഞ്ഞുതരാം. അപ്പോൾ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഴുതിയെടുക്കുക, ഹോംവർക്കൊക്കെ കറക്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.